റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കാസർഗോഡ് കോൺഗ്രസിലും വയനാട് മോഡലും. സഹകരണ ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതായി പരാതി വരികയാണ്. ഈസ്റ്റ് എളേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെയാണ് പരാതി. 5 വർഷം മുൻപ് നിയമനത്തിനായി 10 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് പരാതി. DCC നേതൃത്വത്തിന്റെ അറിവോടെയാണ് പണം നൽകിയതെന്നും NC മാത്യു എന്നയാൾ KPCC പ്രസിഡന്റ് നൽകിയ പരാതിയിൽ പറയുന്നു. അർജുൻ കല്യാട് നമുക്കൊപ്പം. അർജുൻ കല്യാട്, വയനാട്ടിൽ ജീവനെടുത്തതാണ് ജോലി വാഗ്ദാനം. കാസർഗോഡ് എന്താണ് സംഭവിച്ചത്? സുജിയ, തീർച്ചയായും അത്തരത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പരാതി തന്നെയാണ് ഇപ്പോൾ KPCC പ്രസിഡന്റിന് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള NC മാത്യു നൽകിയിട്ടുള്ള പരാതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും ഗുരുതരമായി ഇതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു സഹകരണ ബാങ്കിലെ നിയമനവും അല്ലെങ്കിൽ പലയിടത്തും ഇത്തരത്തിൽ ഈ സഹകരണ ബാങ്കുകളിലെല്ലാം നിയമനം നടക്കുന്നത് കൃത്യമായ രീതിയിൽ അതിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളതാണ് ചട്ടം. പക്ഷേ ആ ചട്ടം പോലും മറികടന്നുകൊണ്ട് പണം വാങ്ങി നിയമനം നടക്കുന്നു എന്നുള്ള കാര്യം ഒന്നാമതായി ഇതിനകത്ത് സൂചിപ്പിക്കേണ്ടതാണ്. രണ്ടാമത്തെ വിഷയം 10 വർഷമായിട്ടും, അതായത് 5 വർഷമായിട്ടും ഈ നിയമനത്തിന് വേണ്ടി വാങ്ങിയിട്ടുള്ള 10 ലക്ഷം രൂപയോ അല്ലെങ്കിൽ നിയമനമോ നൽകാതെ NC മാത്യുവിനെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളതാണ് KPCC പ്രസിഡന്റ് നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. KPCC അംഗം ഉൾപ്പെടെയുള്ള നേതാക്കൾക്കാണ് പണം കൈമാറിയത്. അത് എവിടെ വെച്ച് കൈമാറി, എത്ര തുക കൈമാറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ NC മാത്യു ഈ KPCC പ്രസിഡന്റിന് ഒരു പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഗുരുതര സ്വഭാവത്തിൽ തന്നെയുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിൽ ജീവനെടുത്ത ഒരു സംഭവം, അതിന്റെ വിവാദമൊക്കെ കെട്ടടങ്ങുന്നതിന്റെ ഇടയിൽ കൂടിയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാവുന്നത് എന്നതുകൂടി വളരെ ഗൗരവത്തിൽ കാണേണ്ടത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ അവർ ഈ പറയുന്ന രീതിയിൽ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരമൊരു വിഷയമുണ്ട് എന്നുള്ള കാര്യം പൊതുസമൂഹത്തോട് സമ്മതിക്കാൻ വേണ്ടി അവർ വിമുഖത കാണിക്കുന്നുണ്ട്. നമ്മൾ DCC പ്രസിഡന്റ് ഉൾപ്പെടെ ബന്ധപ്പെട്ടിരുന്നു, പക്ഷേ ഇത്തരമൊരു വിഷയം അറിയില്ല എന്നുള്ളൊരു സമീപനമാണ് നടത്തുന്നത്. പക്ഷേ ഇത് ഏതെങ്കിലും ഒരു വിധേന സെറ്റിൽ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യം പ്രത്യേകമായി കോൺഗ്രസ് നേതൃത്വത്തെ അലട്ടുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ NC മാത്യു ഇപ്പോൾ കിഡ്നി രോഗിയാണ്. കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗത്തിൽ വളരെയധികം സാമ്പത്തിക പ്രയാസം അനുഭവിക്കുകയാണ്. ഇവരുടെ മകന് വേണ്ടിയിട്ടായിരുന്നു നിയമനത്തിന് വേണ്ടി 10 ലക്ഷം രൂപ കൈമാറിയിട്ടുള്ളത്. വീട് ജപ്തി ഭീഷണിയിലേക്ക് കൂടി പോകുന്നു എന്നുള്ള കാര്യം കൂടി ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ കണക്കിലെടുത്തില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തനിക്കും കുടുംബത്തിന് അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. സുജിയ, എന്തായാലും ഈ കാര്യത്തിൽ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഒരുപാട് വഷളായി കഴിഞ്ഞിട്ടാണ് വയനാട്ടിലെ കാര്യങ്ങളിൽ ഇടപെട്ടത്. അപ്പോഴേക്ക് മനുഷ്യരുടെ ജീവൻ അവിടെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. കാസർഗോട്ടും സമാന സംഭവമാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ജോലി വാഗ്ദാനവും പണം വാങ്ങലും ഒക്കെ നടന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നേതൃത്വം ഇടപെട്ട് അതൊക്കെ ഒന്ന് പരിഹരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.